പല ആളുകളും ചിന്തിക്കുന്നു മുഹറം 10 കഴിഞ്ഞാൽ പിന്നെ മുഹറത്തിൻ്റെ ശ്രേഷ്ഠതകൾ അവസാനിച്ചുവെന്ന്. ഇല്ല, തുടങ്ങുകയാണ്. മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിച്ചെടുക്കാം. ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച വിശുദ്ധമായ ഖുർആനിൽ ചെറിയ ഒരു ആയത്തുണ്ട്. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ ഇനി പറയുന്ന ആ ചെറിയ ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല സ്വർഗത്തിൻ്റെ 8 വാതിലുകളും അയാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ്. നരകത്തിൻ്റെ 7 കവാടങ്ങൾ അവനിക്ക് വേണ്ടി അടയ്ക്കപ്പെടും. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശ്രേഷ്ഠതകളുണ്ട് എന്ന് പഠിപ്പിച്ച ആ ആയത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അത് നിത്യമായി നമുക്ക് പാരായണം ചെയ്യാം. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടന്നാൽ അവന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ടാകുന്നത് സ്വർഗത്തിൽ വീടുകൾ അധികരിക്കുന്നതിലാണ്. സ്വർഗത്തിൽ വീടുകൾ, കൊട്ടാരങ്ങൾ അധികരിക്കാൻ ദുന്യാവിൽ വെച്ച് തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുന്യാവിൽ ഒരു മനുഷ്യൻ ചെറിയ ഒരു സൂറത്ത് ഓതിയാൽ ആഖിറത്തിൽ സ്വർഗത്തിൽ അവനിക്ക് കൊട്ടാരങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഏതാണ് ആ ചെറിയ സൂറത്ത്? എങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ടത്? പല ആളുകളും അത് ഓതുന്ന സമയത്ത് പല തെറ്റുകളും സംഭവിക്കുന്നു. എങ്ങനെയാണ് ആ തെറ്റുകൾ നമുക്ക് തിരുത്തേണ്ടത്? വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. നമ്മോട് ദുആ കൊണ്ട് ആരെല്ലാം വസിയ്യത്ത് നൽകിയിട്ടുണ്ടോ, നമ്മുടെ വീഡിയോക്ക് താഴെ ആരെല്ലാം കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ഒരുപാട് ദുആ വസിയ്യത്ത് അല്ലാഹു തആല എല്ലാവർക്കും സുഖവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാൻ കാമിലായി മുസ്ലിമായി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ താസുആ, ആശുറാ 2 നോമ്പും അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് നല്ലതുപോലെ പിടിക്കുവാൻ സാധിച്ചു. ഇന്ന് വെള്ളിയാഴ്ച പകലാണ്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെയും ഒരു ചിന്ത മുഹറം 10 കഴിഞ്ഞാൽ പിന്നെ മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ പോരിശകളും എല്ലാം കഴിഞ്ഞു എന്ന ഒരു ചിന്ത പലപ്പോഴും നമ്മുടെ ഒക്കെ മനസ്സിൽ വരാറുണ്ട്. അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഹറം 1 മുതൽ 30 വരെയും ഒരുപാട് ശ്രേഷ്ഠതകളാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, മാസങ്ങളുടെ എണ്ണം 12 ആണ്. അതിൽ 4 മാസം, മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങളെ പ്രത്യേകം പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. 4 മാസങ്ങൾക്ക് ഏതാണ്? അത് മുഹറം മാസമാണ്, അതുപോലെ ദുൽഹിജ്ജ മാസമാണ്, ദുൽഖഅദ മാസമാണ്, റജബ് മാസമാണ്. ഇതിൽ റമളാൻ പോലും അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ 4 മാസങ്ങൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാൻ മാസത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമുള്ള നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, അത് മുഹറം മാസത്തിലെ നോമ്പാണ്. ഇവിടെ ഈ 4 മാസമുണ്ട്, യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങൾ. ഈ 4 മാസങ്ങളിൽ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചാൽ ശ്രേഷ്ഠത കിട്ടുന്ന മാസമാണ് മുഹറം. അത് മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ മാത്രമല്ല, മുഹറം 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളാണ് ശ്രേഷ്ഠതയുള്ളത്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറം മാസമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ റജബ് മാസമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ദുൽഹിജ്ജ മാസമാണ്, പിന്നെയാണ് ദുൽഖഅദ മാസം. അപ്പോൾ റമളാൻ കഴിഞ്ഞാൽ ശ്രേഷ്ഠമുള്ള മാസം മുഹറം മാസം. ആ മുഹറം മാസത്തിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പ്രത്യേകം ഉണർത്താനുള്ളത്, ആദ്യം ഒരു ചെറിയ സൂറത്തിനെ പരിചയപ്പെടുത്തുകയാണ്. ഈ സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് എവിടെ പോവാൻ? സ്വർഗത്തിൽ പോവാൻ. നമ്മുടെ കൂട്ടത്തിലുള്ള വൃദ്ധരായ ആളുകളോടും കൊച്ചുമക്കളോടും ആരോട് ചോദിച്ചാലും നിങ്ങൾ എന്തിനാ നിസ്കരിക്കുന്നത്, എന്തിനാ നോമ്പ് പിടിക്കുന്നത്, എന്തിനാ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഇതൊക്കെ ചോദിച്ചാൽ അവർക്ക് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം. ഇങ്ങനെ സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല, ആ സ്വർഗത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കണം. സ്വർഗത്തിലെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിലൊന്നാണ് സ്വർഗത്തിലെ വീടുകൾ, സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖറഅ, ഒരു മനുഷ്യൻ ഓതിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആ ചെറിയ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ 10 മറ, 10 പ്രാവശ്യം ഓതിയാൽ അവനിക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് ബനല്ലാഹു തആല ലഹു
ഖസ്റുൻ ഫിൽ ജന്ന, അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ അവനിക്ക് ഒരു കൊട്ടാരം പണിത് വെക്കുമെന്നാണ്. സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിക്കഴിഞ്ഞു. പക്ഷേ നമുക്ക് ദുന്യാവിൽ വെച്ച് നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നോ അത്രമാത്രം നമുക്ക് കിട്ടുന്ന ചില അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുള്ളത്. അതിൽപ്പെട്ടതാണ് സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ, സ്വർഗത്തിലെ ഒരുപാട് വീടുകൾ. അപ്പോൾ ഇവിടെ നബി തങ്ങൾ പറഞ്ഞത് 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് അല്ലാഹു തആല ഒരു കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവിലെ കൊട്ടാരങ്ങളൊന്നും ഒരു കൊട്ടാരങ്ങളല്ല, സ്വർഗത്തിലെ കൊട്ടാരമാണ് യഥാർത്ഥ കൊട്ടാരം. അത് നമുക്ക് വർണ്ണിക്കാനും കഴിയില്ല, അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാനും കഴിയില്ല. ഇവിടെ 10 ഖുൽ ഹുവല്ലാഹു അഹദ് ഒരു മനുഷ്യൻ ഓതിയാൽ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു കൊട്ടാരം. അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ ഞാൻ 20 പ്രാവശ്യം ഓതിയാലോ? നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ 2 കൊട്ടാരമുണ്ട്. 30 ആണെങ്കിലോ അത് 3 കൊട്ടാരം. ഇങ്ങനെ ഓരോ 10 വർദ്ധിക്കും തോറും സ്വർഗത്തിലെ കൊട്ടാരങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 6 സെക്കൻഡ് മതി ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാൻ. 6 സെക്കൻഡ് മതി. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ എത്രമാത്രം നമുക്ക് ഓതുവാൻ സാധിക്കും? ഇങ്ങനെ ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും വർഷത്തിലൊക്കെ എത്രമാത്രം ഖുൽ ഹുവല്ലാഹു അഹദ് നമുക്ക് ഓതുവാൻ സാധിക്കുമോ അത്രമാത്രം ഓതുക. ഒരു സ്വഹാബിയെ പറ്റി പരാതി പറഞ്ഞു മറ്റു സ്വഹാബിമാർ, നബിയെ ഇന്നാലിന്ന സ്വഹാബി, ആ മൂപ്പര് എപ്പോൾ ഇമാമത്ത് നിന്നാലും എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന ആ ചെറിയ സൂറത്താണ് നബിയെ ഓതുന്നത്, ഞങ്ങൾക്കത് കേട്ട് മടുത്തു, വേറെ ഒരു സൂറത്തും ഓതുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബി വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ നീ എപ്പോഴും ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് മാത്രം ഓതുന്നു? ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, നബിയെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് ആ സൂറത്തിനോട്, എനിക്ക് എപ്പോഴും എൻ്റെ വായിൽ എപ്പോഴും വരുന്നത് ആ സൂറത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, എന്നാൽ ആ സൂറത്തിനെ നീ മുറുകെ പിടിച്ചോ, കാരണം ആ സൂറത്ത് നിന്നെ സ്വർഗത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹുവിനെ പറ്റി മാത്രം സംസാരിക്കുന്ന സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്. അതുകൊണ്ട് ഈ സൂറത്ത് ഒരുപാട് വട്ടം ഓതുക. ഞാനൊന്ന് ഓതാം, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പല ആളുകളും ആ സൂറത്ത് ഓതുമ്പോൾ പല തെറ്റുകളും വരുത്താറുണ്ട്. തെറ്റുകളൊന്നുമില്ലാതെ നമുക്ക് സുന്ദരമായിട്ട് ആ സൂറത്ത് ഓതാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇവിടെ പല ആളുകളും ആദ്യം തന്നെ തെറ്റുവരുത്തും. എന്താ? പല ആളുകളും ഓതുമ്പോൾ അറിവില്ലാത്തത് കൊണ്ടാവാം. കുൽ ഫു അല്ലാ, അവിടെ കുൽ ഹു അല്ലാ ഹാഇന് പകരം ഫാ ഉച്ചരിക്കുന്നതായി കാണാം. കുൽ ഹു അല്ലാ എന്ന് പറയും, അത് തെറ്റാണ്, അങ്ങനെയല്ല. കുൽ ഹു അല്ലാഹു അഹദ്, അവിടെ കുൽ എന്ന് പറയുമ്പോൾ ഖാഫ് ഉണ്ട് കാഫ് ഉണ്ട്. കുൽ ഹുവ, ആ ഖാഫ് അതായത് ഫാ പോലെ എഴുതുന്ന ഖാഫ് ആണ് അവിടെ ഉച്ചരിക്കേണ്ടത്. ഖാഫ് ഖാഫ്. കുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെയാണ്. കുൽ ഹുവല്ലാഹു അഹദ് എന്നല്ല, കാഫ് അല്ല അവിടെ വരേണ്ടത്, ഖാഫാണ്. കുൽ എന്നാണ് പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഫുവല്ല എന്നല്ല, ഹുവല്ല എന്നാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു തെറ്റ് പല ആളുകൾക്കും വരുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ഓതിയാൽ ഒരുപാട് പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ദിവസം 10 പ്രാവശ്യം ഞാൻ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് ഓതും എന്ന ഒരു നല്ല നിയ്യത്ത് ഇപ്പോഴേ എടുക്കുക. ഒരു ദിവസം 10 പ്രാവശ്യം ഓതിയാൽ ഈ ഹദീസിൽ പറഞ്ഞ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അല്ലാഹു അതെല്ലാം കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. ഒരു ദിവസം ഏതെങ്കിലും, അത് ഫർദ് നമസ്കാരമാവട്ടെ, അത് സുന്നത്ത് നമസ്കാരമാവട്ടെ, ഏതെങ്കിലും ഒരു നമസ്കാരത്തിൽ 2 റക്അത്ത് നമസ്കാരത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതും എന്ന ഒരു നല്ല നിയ്യത്ത് ഇപ്പോഴേ നമ്മൾ എടുക്കുക. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും ഓർമ്മപ്പെടുത്തുന്നു, ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും, അത് നമസ്കാരത്തിലൂടെ ആവട്ടെ അല്ലാത്ത സമയത്താവട്ടെ ഏത് സന്ദർഭത്തിലും നമുക്കൊരു 10 പ്രാവശ്യം ഒരു ദിവസം സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറ്റിയാൽ വലിയ സൗഭാഗ്യമാണ് അല്ലാഹു നൽകുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ആയത്തുണ്ട്. ഈ ആയത്ത് ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്, നരകത്തിന് 7 വാതിലുകളുമുണ്ട്. ഈ 7 വാതിലുകൾ അടയ്ക്കപ്പെടും.
8 വാതിലുകൾ തുറക്കപ്പെടും ഒരു മനുഷ്യന് വേണ്ടി. ആരാണ് ആ മനുഷ്യൻ? അയാൾ ഇനി പറയാൻ പോകുന്ന ചെറിയ ആ ഒരു ആയത്ത് എല്ലാ സമയത്തും ഓതുന്നവനാണ്. പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം അയാൾ ഇത് പാരായണം ചെയ്യാറുണ്ട്. മാത്രമല്ല, അയാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ഹലാലായ മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി പോകുന്ന സമയത്തും ഈ ആയത്ത് ഓതാറുണ്ട്. അതുമാത്രമല്ല, ഉറങ്ങുന്ന സമയത്ത്, ഉറങ്ങാൻ പോകുന്ന സമയത്തും അയാൾ ഈ ആയത്ത് ഓതാറുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ ഇനി പറയുന്ന ആ ചെറിയ ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല സ്വർഗത്തിൻ്റെ 8 വാതിലുകളും അയാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ്. ഏതാണ് ആയത്ത്? പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ ഖുർആനിലെ ആയത്തുകളുടെ നേതാവെന്ന് പരിചയപ്പെടുത്തിയ ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. വിശദമായിട്ട് 21 പ്രതിഫലങ്ങളാണ് അല്ലാഹു തആല ഒരായത്തുൽ കുർസി ഒരു മനുഷ്യൻ ഓതിയാൽ അയാൾക്ക് കൊടുക്കുന്നത്. അതുപോലെ ഒരുപാട് പ്രതിഫലങ്ങളാണ്. നമ്മുടെ ഉമ്മമാർക്ക്, ഉപ്പമാർക്കൊക്കെ എപ്പോഴും ഓതാൻ പറ്റും. നിസ്കാരമില്ലാത്ത മെൻസസ് ഉള്ള ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഓതുന്നത് ഒരു ദിക്റാണ് എന്ന നിലക്ക് ആയത്തുൽ കുർസി നിങ്ങൾക്ക് ഓതാവുന്നതാണ്. സയ്യിദു ആയുൽ ഖുർആൻ, ഖുർആനിലെ ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി. അതുകൊണ്ട് ഈ ആയത്തുൽ കുർസി നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പതിവാക്കിയാൽ, അതുപോലെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പതിവാക്കിയാൽ, അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കിടക്കുന്ന സമയത്ത് ഇത് പാരായണം ചെയ്യൽ നിത്യമാക്കി കഴിഞ്ഞാൽ അള്ളാഹു വലിയ പ്രതിഫലമാണ് നൽകുക. ഈ ആയത്തുൽ കുർസിക്ക് വലിയൊരു ശ്രേഷ്ഠതയുള്ളത് ആയത്തുൽ കുർസിയുടെ ഓരോ ആയത്തുകൾ തമ്മിലും സാമ്യമുണ്ട് എന്നാണ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ ശ്രേഷ്ഠമുള്ള, വലിയ അത്ഭുതമുള്ള ഒരു ആയത്താണ് ഈ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ ഓരോ ഖണ്ഡികകൾ എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ഇങ്ങനെ ഈ ആയത്തിൻ്റെ ഓരോ ഖണ്ഡികകൾ എടുത്ത് പരിശോധിച്ചാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അത്ഭുതമാണ്. മഹാന്മാരായ ഉലമാക്കൾ അത് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ബന്ധം? ആയത്തുൽ കുർസി നമ്മൾ പറഞ്ഞു മൊത്തം 9 ഖണ്ഡികകളാണ്, മൊത്തം 9 സെൻറ്റൻസാണ്. നമ്മൾ ഒന്നാമത് ഓതിയ ഖണ്ഡികയും ഒന്നാമത് നമ്മൾ പാരായണം ചെയ്തതും 9ാമത്തെ ഖണ്ഡികയും തമ്മിൽ ഒരു സാമ്യമുണ്ട്. എന്താണ് നമ്മൾ ഒന്നാമത് ഓതിയത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാൻ. അല്ലാഹുവിൻ്റെ ഇസ്മ്, അല്ലാഹുവിൻ്റെ പേരുകൾ അവിടെ പറയുന്നു. ഇനി 9ാമത്തെ ഖണ്ഡിക നോക്കിയേ. 9ാമത്തെ ഖണ്ഡിക വഹുവൽ അലിയുൽ അലീം. അല്ലാഹു തആല അത്യുന്നതനും മഹാനുമാണ്. അപ്പോൾ ഈ 1ാമത്തെ ഖണ്ഡികയിലും 9ാമത്തെ ഖണ്ഡികയിലും പറയുന്നത് അല്ലാഹുവിൻ്റെ ഇസ്മുകളാണ്. രണ്ടിലും അല്ലാഹുവിൻ്റെ പേര് പറയുന്നു. ഇനി നമ്മൾ നോക്കുക, 2ാമത്തെ ഖണ്ഡികയും 8ാമത്തെ ഖണ്ഡികയും തമ്മിൽ ബന്ധമുണ്ട്. എന്താ 2ാമത്തെ ഖണ്ഡിക? ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അല്ലാഹുവിന് തൂങ്ങി ഉറക്കമോ മയക്കമോ ഒന്നും ബാധിക്കില്ല എന്നാണ്. 8ാമത്തേത് ഏതാ? വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ആകാശവും ഭൂമിയും സംരക്ഷിക്കാൻ അല്ലാഹുവിന് യാതൊരു ഭാരവുമില്ല. ഒരു ക്ഷീണമോ ഒരു ഉറക്കമോ അല്ലാഹുവിനെ ബാധിക്കില്ല. ഇതാണ് 8ാമത്തേത്. അല്ലേ, ഒരു ബന്ധമുണ്ട്. ഇനി 3ാമത്തേത് ഏതാ? 3ാമത്തെ ഖണ്ഡിക ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് എല്ലാം അവൻ്റേതാണ്. 7ാമത്തെ ഖണ്ഡികയോ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ കസേര, അള്ളാഹുവിൻ്റെ സിംഹാസനം അത് ആകാശങ്ങളിലും ഭൂമിയിലും വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആകാശഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ഖണ്ഡികയാണ് 3ഉം 7ഉം. അടുത്തതോ 4ാമത്തെ ഖണ്ഡിക ഏതാ? മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ ഏതൊരുത്തനാണ് അവൻ്റെ അടുക്കൽ ശുപാർശക്കായി ചെല്ലുന്നത്? ശുപാർശ ചെയ്യുന്നത് ആരാണ്? ആ 4ാമത്തെ ഖണ്ഡികയും 6ാമത്തെ ഖണ്ഡിക ഏതാ? വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അള്ളാഹു അവൻ്റെ അറിവുകളിൽ നിന്നും അവൻ്റെ വിജ്ഞാനങ്ങളിൽ നിന്നും അവൻ ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും അവർ അറിയുകയില്ല. 4ാമത്തേതും 6ാമത്തേതും അല്ലേ? അള്ളാഹുവിൻ്റെ ഇൽമ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫാഅത്ത്, അത് രണ്ടും തമ്മിൽ യോജിച്ചിരിക്കുന്നു. ഇനി 5ാമത്തേത്
അഞ്ചാമത്തെ ആ കണ്ണിക അതിന് മുമ്പുള്ള 4-മായും 6-മായും അതിന് മുന്നുള്ളതും ശേഷവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതുമായ എല്ലാം അവൻ അറിയുന്നതാണ്. അപ്പോൾ മുൻപ് പിൻപ് ആ 2 കണ്ണികയുമായി 4, 6 ആ 2മായി ബന്ധപ്പെട്ട് കിടക്കുന്നു അഞ്ചാമത്തെ കണ്ണിക. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിയാൽ 1-ാമത്തെ കണ്ണികയും 9-ാമത്തെ കണ്ണികയും തമ്മിൽ ബന്ധമുണ്ട്, 2-ാമത്തേതും 8-ാമത്തേതും തമ്മിൽ ബന്ധമുണ്ട്, 3-ാമത്തേതും 7-ഉം തമ്മിൽ ബന്ധമുണ്ട്, 4-ാമത്തേതും 6-ാമത്തേതും തമ്മിൽ ബന്ധമുണ്ട്, 5-ാമത്തെ കണ്ണികക്ക് 4-നോടും 6-നോടും ബന്ധമുണ്ട്. ഇങ്ങനെ വളരെ മനോഹരമായ ഒരു അത്ഭുതം ഈ ആയത്തുൽ കുർസിയിലുണ്ട്. സ്ക്രീനിൽ ഇവിടെ ആയത്തുൽ കുർസി കാണിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചോദാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആയത്തുൽ കുർസിയുടെ ശ്രേഷ്ഠതകൾ നമ്മൾ പഠിച്ചു, നമ്മൾ അറിഞ്ഞു. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങൾ വർദ്ധിക്കുന്ന സൂറത്താണ്. അത് പാരായണം ചെയ്യുക. പരിശുദ്ധമായ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് പല ആളുകൾക്കും, പല ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ പെട്ടെന്ന് മാറി, മഴയൊക്കെയാണ്. അപ്പോൾ പനിയുണ്ടാകും, ജലദോഷമുണ്ടാകും. അതുപോലെ ഉമ്മമാർക്ക് പല ആളുകൾക്കും മെൻസസ് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിട്ട് മുഹറം 9-നും 10-നും ഒക്കെ ആ സുന്നത്തായ നോമ്പുകൾ പിടിക്കാൻ പറ്റാത്തവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് ഒരു ഖളാ വീട്ടുന്നത് പോലെ മറ്റൊരു ദിവസം നമുക്ക് പിടിച്ചു വീട്ടാവുന്നതാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഇനി മുഹറം 12 ആവട്ടെ, അല്ലെങ്കിൽ 13 ദിവസങ്ങൾ കിടക്കുകയാണ്. ഇപ്പോൾ മുഹറം 15-നാണ് ഒരാൾ നോമ്പ് പിടിക്കുന്നത്. മുഹറം 15-ന്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ മുഹറം 10-ലെ നോമ്പ്, ആഷുറാഇന്റെ സുന്നത്തായ നോമ്പ്, അതും ഞാൻ ഇതിന്റെ കൂടെ പിടിച്ചു വീടുന്നു, ഖളാ വീട്ടുന്നു എന്നൊരു നിയ്യത്ത് വെച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നതാണ്. അതാണ് പണ്ഡിതന്മാർ ഭൂരിഭാഗം ആളുകളും അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സുന്നത്തായ നോമ്പുകൾ ഒരുപാടുണ്ടല്ലോ. റജബ് 27-ന്റെ നോമ്പ്, ഷഅബാൻ 15-ന്റെ നോമ്പ്, ഇപ്പോൾ മുഹറം 9, 10-ന്റെ നോമ്പ്, ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നോമ്പുകളാണ്, സുന്നത്ത് നോമ്പുകളാണ്. ഇതൊന്നും നമുക്ക് ആ സമയത്ത് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു സുന്നത്ത് നോമ്പ് നമ്മൾ പിടിക്കുമ്പോൾ, സാധാരണ നമ്മൾ തിങ്കളാഴ്ച നോമ്പ് പിടിക്കാറുണ്ട്, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കാറുണ്ട്. ആ നോമ്പ് പിടിക്കുമ്പോൾ തന്നെ അല്ലാഹുവേ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ മുഹറം 9-ന്റെ അല്ലെങ്കിൽ മുഹറം 10-ന്റെ ആ നോമ്പ്, ആഷുറാഇന്റെ, താസുആഇന്റെ ആ സുന്നത്ത് നോമ്പ്, ഇതിന്റെ അതിലേതെങ്കിലും ഒന്ന് ഞാൻ ഇതിന്റെ കൂടെ പിടിച്ചു വീടുന്നു എന്നൊരു നിയ്യത്ത് വെച്ചാൽ അതിന്റെ പ്രതിഫലവും അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പിടിക്കുന്ന നോമ്പിനൊക്കെ വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പവിത്രമായ ഈ മുഹറം മാസത്തിന്റെ 1-ാമത്തെ ദിവസം മുതൽ നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ പല പല ദിക്റുകളും സ്വലാത്തുകളും പരിചയപ്പെട്ട് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതൊക്കെ എൻ്റെ പല ഉമ്മമാരും മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. പല ആളുകളും ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു അതൊക്കെ നിത്യമായി ചൊല്ലുന്നുണ്ട്. അതൊക്കെ സ്വീകരിക്കാൻ പ്രത്യേകം ദുആ ചെയ്യണമെന്നൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ആ ദിക്റുകൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ചൊല്ലുവാനും അതൊക്കെ പതിവാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹറം 10 കഴിഞ്ഞാൽ പിന്നെ ഈ പറയപ്പെട്ട ദിക്റുകളും സ്വലാത്തുകളും ഒന്നും ഓതണ്ട എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഈ പറയപ്പെട്ട ദിക്റുകളും സ്വലാത്തുകളും ഒരുപാട് തസ്ബീഹുകളും ഒരുപാട് തഹ്ലീലുകളും തക്ബീറുകളും നമ്മൾ ഈ വീഡിയോയിലൂടെയൊക്കെ പറയുന്ന ഓരോ ദിക്റുകളും നമുക്ക് ഈ മുഹറം മാസം തീരുന്നത് വരെ അല്ല, ഇനി വരുന്ന സഫർ മാസമാവട്ടെ, അതുപോലെ റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ഏത് മാസമാവട്ടെ, എല്ലാ മാസത്തിലും നമുക്ക് ചൊല്ലാൻ പറ്റിയ ദിക്റുകളും സ്വലാത്തുകളുമാണ് നമ്മൾ ഓരോ വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ ഈ മുഹറം മാസത്തിൽ പ്രത്യേകിച്ച് ഓതിയാൽ വലിയ പ്രതിഫലം കിട്ടുന്ന ദിക്റുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ മുഹറം 10 കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ദിക്റുകൾ ചൊല്ലണ്ട എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എൻ്റെ സഹോദരങ്ങളാരും കരുതണ്ട. നമുക്ക് ഇനിയും ഇതൊക്കെ നിത്യമായി ചൊല്ലാൻ പറ്റിയ ദിക്റുകളും സ്വലാത്തുകളുമാണ്. അത് പതിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
ആയത്തുൽ കുർസിയെ, അതുപോലെ നമുക്കറിയാവുന്ന ദിക്റുകളും ഇനിയും നമ്മൾ പാരായണം ചെയ്യുക. ഈ മുഹറം 30 വരെ അതിങ്ങനെ നിത്യമായി ഓരോ ദിവസവും നോമ്പെടുക്കാൻ പറ്റുന്നവർ നോമ്പെടുക്കുക. അതോടൊപ്പം തന്നെ ഈ ദിക്റുകളും സ്വലാത്തുകളും ഖുർആൻ ആയത്തുകളും എല്ലാം പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മുഹറം മാസത്തെ നമുക്ക് അനുകൂലമായിട്ടുള്ള സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് ദുആ വസിയ്യത്ത് എഴുതി വിട്ടിട്ടുണ്ട്. ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണേ, ഉസ്താദെ ഇന്ന പ്രശ്നമാണ്, ഉസ്താദെ ഞങ്ങൾക്ക് കടമാണ്, ഉസ്താദെ ഞങ്ങളുടെ മക്കളുടെ വിവാഹം ശരിയാകുന്നില്ല. അങ്ങനെ ഉസ്താദെ ഉസ്താദെ എന്ന് പറഞ്ഞ് ഒരുപാട് ദുആ വസിയ്യത്താണ്. ഓരോ കമൻറ്റിനും സെപ്പറേറ്റ് ആയിട്ട് ദുആ ചെയ്യണം അല്ലെങ്കിൽ മറുപടി വിടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കതിന് സാധ്യമല്ല. ഒരുപാട് കമൻറ്റുകളാണ്, 1000ഓളം കമൻറ്റുകളാണ് ഓരോ വീഡിയോക്ക് താഴെയും വരുന്നത്. അപ്പോൾ ഓരോ ആളുകൾക്കും ഇങ്ങനെ റിപ്ലൈ വിടാൻ സാധിക്കാത്തത് കൊണ്ടാണ് മൊത്തത്തിൽ നമ്മൾ ഓരോ വീഡിയോക്കും അവസാനവും ദുആ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാ കാര്യവും മനസ്സിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടോ, നമ്മുടെ ഇൽമുകൾ ആരൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ, എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി സലാമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ മക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു തആല ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും നൽകുമാറാവട്ടെ. അല്ലാഹു തആല ആരൊക്കെ എന്തൊക്കെ ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ടോ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല മുറാദുകൾ ഹാസിലാക്കുകയും അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും അല്ലാഹു മാറ്റിക്കൊടുത്ത് സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, മ്യൂസിക് ആൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക. അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.